ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 4. അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 30, പേജ് നമ്പർ 273. സർവേപ്യതേ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷാഃ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം. പദാനുപദം. ഏതേ ഇവർ, സർവേ അപി എല്ലാവരും, യജ്ഞവിദഃ യജ്ഞവിത്തുകളും യജ്ഞം നടത്തുന്നതിൻ്റെ ഉദ്ദേശ്യം അറിഞ്ഞവൻ, യജ്ഞക്ഷപിതകൽമഷാഃ യജ്ഞം കൊണ്ട് പാപം നശിപ്പിച്ചവരുമാകുന്നു. യജ്ഞശിഷ്ടാമൃതഭുജഃ യജ്ഞം ചെയ്ത ഫലമാകുന്ന അമൃതത്തെ ഭുജിക്കുന്നവർ, സനാതനം സനാതനമായ, ബ്രഹ്മത്തെ, യാന്തി പ്രാപിക്കുന്നു. വിവർത്തനം. യജ്ഞോദ്ദേശ്യം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം. യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു. ഭാവാർത്ഥം. ഇതുവരെ പല വിധത്തിലുള്ള യജ്ഞങ്ങളെപ്പറ്റി അവധനം കൊണ്ടോ വേദാധ്യായനം കൊണ്ടോ തത്വചിന്തനം കൊണ്ടോ യോഗ പരിശീലനത്താലോ നിർവഹിച്ചതാകട്ടെ, വിവരിച്ചതിൽ നിന്ന് അവയുടെ എല്ലാം ലക്ഷ്യം ഇന്ദ്രിയ നിയന്ത്രണമാണ് എന്ന് മനസ്സിലാക്കാം. ഇന്ദ്രിയ സുഖഭോഗാസക്തിയത്രേ ഭൗതികാസ്തിത്വത്തിൻ്റെ മൂലകാരണം. അതുകൊണ്ട് ഇന്ദ്രിയ സന്ദർപ്പണത്തിൽ നിന്ന് ഭിന്നമായ ഒരു നിലയിൽ വർത്തിക്കാത്തിടത്തോളം കാലം സച്ചിദാനന്ദമയമായ സനാതന നിലയിലേക്ക് ഉയർത്തപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല. ശാശ്വതാന്തരീക്ഷത്തിൽ അഥവാ ബ്രഹ്മാന്തരീക്ഷത്തിലാണ് ആസ്ഥാനം. മുൻപറഞ്ഞ യജ്ഞങ്ങൾ ഭൗതിക ജീവിതത്തിലെ പാപപ്രതികരണങ്ങളിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൽ പുരോഗമിച്ച ഒരാൾ ഈ ജന്മത്തിൽ സന്തുഷ്ടനും ഐശ്വര്യവാനുമാകുന്നത് കൂടാതെ അവസാനം അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിച്ചോ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹവാസം നേടിയോ ശാശ്വതമായ ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ.